Psalm number 62. 62 സങ്കീർത്തനം നമുക്ക് വാക്ക് പ്രതിവാക്യമായി വായിക്കാം. Psalm number 62, 62 സങ്കീർത്തനം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കുന്നു. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക, എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. സാമാന്യജനൊരു ശ്വാസവും ശ്രേഷ്ഠജനം പൂഷ്കുമത്രേ. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. 22 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളിച്ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദയം നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തന് അവൻ്റെ തൃപ്തിക്ക് പകരം നൽകുന്നു. ഹല്ലേലൂയ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി കർത്താവിനെ വാഴ്ത്താം. സ്തുതികൾക്ക് യോഗ്യനായ ദൈവത്തെ വാഴ്ത്താം. വായിച്ചത് ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളിച്ചെയ്തു. നമ്മുടെ ബലം ക്ഷയിക്കുമ്പോൾ, നാം ക്ഷീണിക്കുമ്പോൾ, നമ്മുടെ അവസ്ഥകളിൽ ഹല്ലേലൂയ പലപ്പോഴും നാം ക്ഷീണിച്ചു പോകുന്നവരാണ്. എന്നാൽ ബലവാനായ ദൈവത്തോട് നാം സഹായം ചോദിക്കുന്നെങ്കിൽ നിശ്ചയമായി ബലം പകരുവാൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വചനം പറയുന്നത് ബലം ദൈവത്തിനുള്ളതാണ്, ബലം ദൈവത്തിനുള്ളതാണ്. ഇന്ന് പകൽക്കാലം ബലം ദൈവത്തിനുള്ളതാണ്. നീ ബലഹീനനാകുമ്പോൾ, നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഹാലിൽ നീ ഭാരത്തോടെ നീറുന്ന വിഷയങ്ങളുമായി, രോഗങ്ങളുമായി ദൈവ സാന്നിധ്യത്തിന് മുമ്പാകെ അടുത്ത് വരുമ്പോൾ നിന്നെ ബലം പകരുവാൻ, നിന്നിൽ ശക്തി പകരുവാൻ, നിന്നിൽ പുതിയ കൃപകളെ പകരുവാൻ ആ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം കൃപ യാചിക്കുന്നെങ്കിൽ, ബലം യാചിക്കുന്നെങ്കിൽ നിശ്ചയമായി ഹല്ലേലൂയ ഏതവസ്ഥയിലാണെങ്കിലോ ഇല്ല, ദൈവത്തിൻ്റെ ബലം ഹല്ലേലൂയ ഒരുവൻ്റെ ജീവിതത്തിലേക്ക് പകരപ്പെടുവാനിടയായിത്തീരോ. ഏതവസ്ഥയുമാകാം, ആരെ കൊണ്ട് സഹായിപ്പാൻ കഴിയാത്ത അവസ്ഥകളാകാം. ഇല്ല, ബലം ദൈവത്തിനുള്ളത്, ബലം ദൈവത്തിനുള്ളത്. ഇന്ന് പകൽക്കാലം എത്ര പേർ ആശ്രയം വെക്കൂ? ബലം ദൈവത്തിനുള്ളത്. മനുഷ്യനെ കൊണ്ട് സഹായിക്കാൻ കഴിയാത്ത വിഷയത്തിനകത്ത് ബലം ദൈവത്തിനുള്ളത്, ബലം ദൈവത്തിനുള്ളത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചെയ്യാൻ പറ്റാത്തടുത്ത് ബലം ദൈവത്തിനുള്ളത്. മനുഷ്യൻ ഇറങ്ങി ചെല്ലാൻ പറ്റാത്തടുത്ത് ബലം ദൈവത്തിനുള്ളത്. മനുഷ്യന്റെ ആലോചനയ്ക്ക് പരിമിതികളുണ്ട്, ബലം ദൈവത്തിനുള്ളത്. മനുഷ്യന്റെ വിചാരങ്ങൾക്ക് പരിമിതിയുണ്ട്, ബലം ദൈവത്തിനുള്ളത്. ഇന്ന് പോൽക്കാലം വിശ്വസിക്കുന്നു, എല്ലാ മാനുഷിക വിചാരങ്ങൾക്ക്, മാനുഷിക പദ്ധതികൾക്കോ, മാനുഷിക പ്ലാനുകൾക്കോ അപ്പുറമാണ് ദൈവത്തിന്റെ ബലം. ഹല്ലേലൂയ. മനുഷ്യന്റെ ഹല്ലേലൂയ ബുദ്ധിക്ക് ജ്ഞാനത്തിനപ്പുറമാണ് ദൈവത്തിൻ്റെ ബലോ. ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ്. ഇന്ന് പൽക്കാലം വഴികളെ മനസ്സിലാക്കണമെങ്കിൽ ദൈവകരങ്ങളിലേക്ക് വീണ്ടും താഴ്ത്തി കൊടുക്കണം, സമർപ്പിച്ചു കൊടുക്കണം. കർത്താവേ, എൻ്റെ ബലഹീനമായ അവസ്ഥകൾ, എൻ്റെ അവസ്ഥകളിൽ കർത്താവേ ഹല്ലേലൂയ നിൻ്റെ ബലം പകരണമേ, നിൻ്റെ ബലം പകരണമേ, നിൻ്റെ ശക്തി പകരണമേ എന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തോട് യാചിക്കും. നിശ്ചയമായി ബലം നമ്മുടെ അവസ്ഥകളുടെ മീതെ നിശ്ചയമായി ബലത്തെ ദൈവം തന്ന് നടത്തുവാനിടയായിത്തീരൂ. ഇന്ന് പോൽക്കാലം കർത്താവിൽ ധൈര്യപ്പെടുവാൻ, നമ്മുടെ വിഷയങ്ങളെ ദൈവം ഇറങ്ങുമ്പോൾ ആകെ വീണ്ടും ഇറക്കി വെക്കുവാൻ, കർത്താവേ ദൈവത്തിൻ്റെ ആലോചന ചോദിപ്പാൻ, ദൈവത്തിൻ്റെ നടത്തിപ്പ് ചോദിപ്പാൻ, ദൈവത്തിന്
നിയോഗം ചോദിപ്പാൻ ഇന്ന് പോൽക്കാലം ഇടയായി തീരട്ടെ. ദൈവങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കുക, അവസ്ഥകളെ ദൈവസനിലേക്ക് താഴ്ത്തി കൊടുക്കുക. ഓ ഹല്ലേലൂയ, അവൻ നമ്മളെ സഹായിപ്പാൻ നമ്മോട് കൂടെയുണ്ട്, ധൈര്യം പകരുവാൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ബലത്തിൻ്റെ കരം. ഹല്ലേലൂയ, വിവിധ വിഷയങ്ങൾ, ഭാരങ്ങൾ അനുഭവിക്കുമ്പോൾ, രോഗങ്ങൾ അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, അനേകർ പറയുമായിരിക്കില്ല, നിനക്ക് ഈ വിഷയത്തിനകത്ത് ഇനി ഉദ്ധാരണം ലഭിക്കത്തില്ല, നിനക്ക് ഈ വിഷയത്തിനകത്ത് ഇനി ഉദ്ധാരണമില്ല, നിനക്ക് ഈ വിഷയത്തിനകത്ത് ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഓ എന്ന് അനേകർ പറയുമായിരിക്കും. ഇല്ല, ദാവീദിനെ കുറിച്ച് അനേകർ പറഞ്ഞു, നിനക്കിനി രക്ഷയില്ല, നിനക്കിനി ഉദ്ധാരണമില്ല, നിനക്കിനി എവിടെ നിന്ന് രക്ഷ വരാനാ, നിനക്കിനി എവിടെ നിന്ന് ഉയർച്ച വരാനാ, നിനക്ക് രക്ഷയുണ്ടാകത്തില്ല, നിനക്ക് ഉയർച്ച ഉണ്ടാകത്തില്ല, നീ അനുഭവിക്കുന്ന വിഷയത്തിനകത്തു നിനക്ക് പുറത്തു വരാൻ സാധ്യമല്ലെന്ന് സങ്കീർത്തനക്കാരനോട് അനേകര് പറഞ്ഞു കാണും. എന്നാൽ ആ വിഷയങ്ങളുടെ നടുവിലില്ല, ദൈവമേ നീ എന്നെ ഹാലൽ ഉയർത്തുന്ന ദൈവമാണ്, എൻ്റെ തലകളെ ഉയർത്തിപ്പിടിക്കുവാൻ, എൻ്റെ വിഷയത്തിനകത്ത് വീണ്ടും കർത്താവേ ഞാൻ ലജ്ജിച്ചു പോകാതെ നിലനിർത്തുവാൻ നിന്റെ കരങ്ങളിൽ പദ്ധതിയുണ്ട്. അത് മനുഷ്യന്റെ കരത്തിലേക്കല്ല നീ കൊടുക്കുന്നത്, നിന്റെ ആലോചന കർത്താവ് ശ്രേഷ്ഠകരമായ ആലോചനയാണ്, അതിൽ കൂടെ നീ എന്നെ നടത്തിക്കൊണ്ടിരിക്കൂ. ശ്രേഷ്ഠകരമായ ആലോചന പ്രാപിക്കണോ? You need the counsel of God in your life, the counsel of Holy Spirit in your life. Then you want to ask to the Lord. Nobody can give you. This is not a human made to give you that will have always the limitation. The human made things always have the limitation. If this electricity or the power gone, everything is gone. If the power for sometimes it is gone, everything is gone. Always have the limitation. All the softwares, all the systems, even that from one place it is shut off, everything is off. Never ever depend upon the systems. Never ever depend upon the systems. Hallelujah. Depend upon the Holy Spirit to counsel you. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിന് വേണ്ടി, നടത്തിപ്പിന് വേണ്ടി ഒരു വാഞ്ച വരട്ടെ, ഉള്ളിൽ നിന്നൊരു വാഞ്ച വരട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലും കോരി തരുന്നോണ്ടല്ല വാഞ്ച വെളിപ്പെടേണ്ടത്, ആരെങ്കിലും പറഞ്ഞു തരുന്നോണ്ടല്ല വാഞ്ച അത് അകമേ വെളിപ്പെടേണ്ടി വരേണ്ടതാണ്. ആർക്കും കോരിത്തരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അത് അകമേ വെളിപ്പെടുന്നെങ്കിൽ നിശ്ചയമായി അവസ്ഥകളെ കാണുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടുന്ന ബലോ ധൈര്യ കൃപ ഇന്ന് പൽക്കാലം തരുവാനിടയായി തീരൂ. ദൈവകരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അപ്പാ, എൻ്റെ അവസ്ഥകളുടെ മേൽ ഇന്ന് പൽക്കാലം മനസ്സലിഞ്ഞേ പോകാവുള്ളൂ. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തെ കണ്ട് അവൻ മനസ്സലിയുന്ന ദൈവമാകട്ടോ. അവൻ നോ എന്ന് പറഞ്ഞ് നീ നിങ്ങൾ എങ്ങനെയും ആയിപ്പോട്ടെന്ന് പറഞ്ഞ് തിരികെ വിടുന്ന ദൈവമല്ല, എങ്ങനെയും ആയിപ്പോട്ടെന്ന് പറഞ്ഞ് തിരികെ തള്ളി കുഴിയിലിറക്കുന്ന ദൈവമല്ല. അവൻ നിന്നെ കുഴികളിൽ നിന്ന് തിരികെ കയറ്റുന്ന ദൈവമാണ്. ഓ, അവൻ്റെ കരം എല്ലാ കുഴിക്കകത്തു നിന്ന് നിന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. നിന്റെ അവസ്ഥകളിൽ നിന്ന് നിന്നെ തിരികെ കരയേറ്റുവാൻ അവൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി കൊടുക്കാം. അവസ്ഥകളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. അപ്പാ, വീണ്ടും ഞങ്ങളെ ആത്മനിയോഗത്താൽ നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ആ ഗൈഡൻസ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകണമേ. ഞങ്ങളുടെ പോക്കിൽ, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ഞങ്ങൾ പോകേണ്ടടുത്ത് പോകുവാൻ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ഡീലിങ്സിലും ആ ഡയറക്ഷൻ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ സമസ്ത മേഖലകളിലും ആ സ്വർഗീയമായ ഡയറക്ഷൻ വെളിപ്പെടട്ടെ. കർത്താവേ, ഇന്ന് പൽക്കാലം അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നെന്ന് ദൈവത്തോട് ആത്മവാഞ്ചയോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നമ്മളെ നിറയ്ക്കുവാനിടയായിത്തീരും. പരിശുദ്ധ പിതാവേ, ഞാൻ നന്ദി ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങേ കർത്താവെ ആരാധിക്കുവാൻ, അങ്ങേ കർത്താവെ സന്തോഷിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. നേര് കർത്താവെ, ലോകത്തിൽ അവർക്കെല്ലാം ഉണ്ട്, അവർക്ക് സകലതമുണ്ടെന്ന് പറയുമ്പോൾ അവർക്ക് രക്ഷിതാവിനെ വർണ്ണിക്കുവാൻ, വാഴ്ത്തുവാൻ, ആരാധിപ്പാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ കർത്താവെ, സമപ്രായക്കാർ അനേകർ കർത്താവേ, ഓ ഹല്ലേലൂയ, ഈ ലോകത്തിൽ കർത്താവെ അവർക്കെല്ലാം സകലതുമുണ്ടെന്ന് പറയുമ്പോഴും രക്ഷിതാവിനെ കാണുവാൻ കഴിയാത്തതുപോലെ അന്ധകാരത്തിലായപ്പോൾ ഇല്ല, ഞങ്ങളെ കർത്താവ് സ്നേഹിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. ഞങ്ങളെ വേർതിരിക്കപ്പെട്ടൊരു കൂട്ടമായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ, അങ്ങയുടെ പ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ഞങ്ങളെ കണ്ട കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയേറുന്ന ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. It is not our merits, Lord. കർത്താവെ, ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.
അങ്ങയ്ക്ക് വേണ്ടി വീണ്ടും ജീവിപ്പാൻ ഞങ്ങളെ കൃപ ചെയ്യണമേ. കടന്നു വന്ന ഓരോ ദൈവങ്ങൾക്കായി സ്തോത്രം. വിവിധ ആവശ്യഭാരത്തോടെ ദിവസം കടന്നു വന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, രോഗികളായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്, വിവിധ ആവശ്യങ്ങൾ കൂടെ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് ഈ ആരാധനയോടെ വിഷയത്തിന് ആവശ്യമാകുന്ന ബലം വിവിധ വിഷയങ്ങളുടെ മേൽ കർത്താവ് വഹിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, തിരുനാമത്വത്തിനാക്കി ഞങ്ങളെ ദിവസത്തിനായി പ്രാർത്ഥിക്കുന്നു, വിവരങ്ങളിലേക്ക് താഴ്ത്തുന്നു. പ്രാർത്ഥന യാചനയോട് കേട്ടിരിക്കുകയായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നന്ദി അർപ്പിച്ചിരിക്കാം. ഹല്ലേലൂയ. എല്ലാവർക്കും ദിവസം ഇരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു വിശുദ്ധ പൽക്കാലം കൂടെ നമുക്ക് ദിവസം കടന്നു വരുവാൻ, ദൈവം ചെയ്ത വിടുതലുകൾക്ക് സ്തോത്രം അർപ്പിക്കുവാൻ, കർത്താവ് ചെയ്യുന്ന എല്ലാ വിധങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. വളരെ ജോലി തിരക്കുകൾ, ബന്ധപ്പാടുകളൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന സമയം ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ചിലപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഉടനെ ഒരു ദിവസം കൊണ്ട് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് കാര്യമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തി, കരുതൽ ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ നിശ്ചയമായി ആ സമയത്ത്, ദൈവത്തിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ എങ്ങനെ, റൈറ്റ് ടൈം. അത് ആരുടെയും കസ്റ്റഡിയിലല്ല. ദൈവത്തിൻ്റെ സമയം എങ്ങനെയാ, കൃത്യസമയം, റൈറ്റ് ടൈമാണ്. നമ്മളപ്പോൾ അതിന് മുമ്പ്, ഈ റൈറ്റ് ടൈമിന് മുമ്പ് വിഷയങ്ങളൊന്നും ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ റൈറ്റ് ടൈമിൽ അവൻ നമുക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു തരും. ഇന്ന് പൽക്കാലം വിശ്വാസത്തോടെ എനിക്കറിയാം പല വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ച അനവധി വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം നാം അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള വിഷയത്തിനകത്ത് കൃത്യസമയത്ത്, ഞാൻ പറയുന്നത് വഴി തെറ്റാതെ നമുക്ക് വേണ്ടി കരുതി തരുന്ന നല്ലൊരു കർത്താവുണ്ട്. ആർക്ക് തെറ്റുപറ്റിയാലും, ആർക്ക് സമയത്തിനകത്ത് തെറ്റ്, മനുഷ്യനാണോ ഇതെല്ലാം തെറ്റുപറ്റും. എന്നാൽ ദൈവത്തിനൊരു കാലത്ത് അവൻ സകലരെയും, ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പൽക്കാലം അവസ്ഥകളുടെ മേൽ കരുണ കാണിപ്പാൻ അവൻ മതിയായ ദൈവമാണ്. ഏതവസ്ഥയാണെങ്കിലും. ഹല്ലേലൂയ. ഓരോരുത്തരോട് ചോദിച്ചാൽ വ്യത്യസ്തമായ അവസ്ഥകളുണ്ട്, അല്ലേ? ഞാനിവിടെ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തമായ അയർലൻഡിൽ വന്നെന്ന് പറഞ്ഞ അവസ്ഥകൾക്ക് എല്ലാം ഒന്നും ഇതായിട്ടില്ല. പലവിധമാകുന്ന അവസ്ഥകളുണ്ട്. ഏതവസ്ഥയിലും നമ്മളെ നടത്തുവാൻ കർത്താവ് നമ്മുടെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ടുള്ള വിഷയത്തിനകത്തും ദൈവികമായ കൃപകളെ അനുഭവിപ്പാൻ, ദൈവികമായ അനുഭവങ്ങളെ ഏറ്റെടുക്കുവാൻ വീണ്ടും ഇടയായി തീരട്ടെ. എനിക്കിന്ന് കാലം വളരെയധികം സന്തോഷമുണ്ട്. ദൈവമക്കളും വിശേഷാൽ നമ്മുടെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ ഓർത്ത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. Yesterday was a special day for most of our children. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ഈ ഇംഗ്ലീഷ് മീറ്റിംഗ് വിശേഷാൽ അത് ആരംഭിച്ചതിന് ശേഷമായി പല ക്ലാസ്സുകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശേഷാൽ പ്രാരംഭ ആ ദിവസങ്ങളിൽ തന്നെ ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിന് വേണ്ടിയും റിപ്പൻറ്റൻസിൻ്റെ ഹാലിൽ ദിവസനിലേക്ക് അടുത്ത് വന്ന് ആ അനുഭവങ്ങൾക്ക് വേണ്ടി ഇവരെ പ്രിപ്പയർ ചെയ്യുന്ന ഒരനുഭവത്തിൽ കൂടെ വളരെ മാസങ്ങളായിട്ട് ആ ക്ലാസ്സുകൾ, എനിക്കറിയാം പല ദൈവമക്കളും അതിന് വേണ്ടുന്ന ഉത്സാഹത്തോടെ അവർ വന്ന് ക്ലാസ്സുകളെ ചെയ്യുവാൻ കർത്താവ് അവരെ ബലപ്പെടുത്തി. പല കൃപകൾ കൊടുത്ത് അവരെ ടൈറ്റായ അല്ലെങ്കിൽ പല ജോലി തിരക്കുകൾ, പല ബന്ധപ്പാടുകളുണ്ട്. എന്നാൽ മീറ്റിംഗ് ലീഡ് ചെയ്യുകയും അതിന് വേണ്ടുന്ന ശുശ്രൂഷകളും മറ്റ് ക്രമീകരണങ്ങളെല്ലാം ചെയ്യുവാൻ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതാത് സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ആലോചന നൽകുവാൻ, അവർക്ക് ആ സ്ട്രോങ് ആ ബേസിക്കായ ആ ഡോക്ടർ ഇന്ന് പലയിടത്തും അങ്ങനെയുള്ള പഠനങ്ങളില്ല. അപ്പോൾ അവരെ ആ ദൈവകൃപയിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ സമയങ്ങളെ, നമ്മുടെ ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന ആലോചനയെ അവർ മുമ്പാകെ പ്രഘോഷിക്കുവാൻ, ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരുവാൻ ഇടയായതിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ഇന്നലെ സന്ധ്യാസമയത്തെ മീറ്റിങ്ങിൽ ഹല്ലേലൂയ വിശേഷാൽ ആ ശുശ്രൂഷകൾ ഹല്ലേലൂയ മുന്നോട്ട് ഹല്ലേലൂയ
ആ വചന ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരുന്നു. എന്നാൽ അല്പസമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവർ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയങ്ങളിൽ ചില കുഞ്ഞുങ്ങൾ മറ്റാരുടെയും കമ്പൽഷൻ, വിത്തൗട്ട് എനി കമ്പൽഷൻ, ഞാൻ അവരെ മറ്റാരെങ്കിലുമോ അത് ലീഡ് ചെയ്ത ബ്രദേഴ്സോ ആരും അവരെ ഒരു കമ്പൽഷനിലേക്ക് നടത്തിയിട്ടില്ല. ആരും അവർ നിർബന്ധമായിട്ട് നിങ്ങൾ വന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ പ്രാർത്ഥന, എനിക്കറിയാം സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, പല ടീച്ചേഴ്സ് സാക്ഷികളാണ്, പല ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, പല മാതാപിതാക്കളും ഇന്നലത്തെ സെഷനിൽ ഇവിടെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ അവർ മുന്നോട്ട് കടന്നു വന്ന് ഹാലലി നിലവിളിയോടെ കരച്ചിലോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തിക്കൊടുത്ത് കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ കുഞ്ഞുങ്ങൾ കർത്താവ് സഹായിച്ചു. കുഞ്ഞുങ്ങൾ കാർ ഓടിക്കാൻ ഏറ്റവും BMW മേടിച്ചെന്നല്ലേ ഞാൻ പറഞ്ഞത്. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. നമ്മൾ ഈ രാജ്യത്ത് വന്നിട്ട് ബാക്കിയെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സത്യത്തിലേക്ക് കടന്നു വരുന്നെങ്കിൽ അതിനപ്പുറമായിട്ടൊരു BMW ഒരു വീടോ ധനമോ ഒന്നുമില്ല. മുമ്പേ അവൻ്റെ രാജ്യനീതിയും. നമ്മളിന്ന് ഈ രാജ്യത്തെത്തപ്പെട്ടത്, ഈ രാജ്യത്തിലേക്ക് വന്നത് കർത്താവ് നമ്മളെ കരുതിയോണ്ട് കർത്താവിൻ്റെ സാക്ഷികളായി കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിപ്പാൻ നമ്മുടെ മാതാപിതാക്കളും കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സ്റ്റെപ്പുകളെ വെച്ചപ്പോൾ ദൈവം നമുക്ക് വേണ്ടി അനേക വഴികളെ തുറക്കുവാനിടയായി. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ ഈ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സാക്ഷിയായി കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടുന്നത് കർത്താവ് കരുതിയിട്ടുണ്ട്. നമ്മൾ കരുതുന്നതിനേക്കാൾ, നമ്മൾ ചെയ്യുന്നതിനേക്കാൾ, നമ്മൾ ഒരുക്കുന്നതിനേക്കാൾ, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ കർത്താവ് അവരുടെ ജീവിതത്തിൽ വേണ്ടുന്നത് കർത്താവ് അവരെ അതാത് സമയങ്ങളിൽ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടുത്തെ ബാക്കിയെല്ലാം കിട്ടിയിട്ട് ഞാൻ അനേകരെ കാണുന്നുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കഴിവുകളും ഉണ്ട്. എന്നാൽ വെള്ളിയാഴ്ച വൈകിട്ടാകുമ്പോൾ, ശനിയാഴ്ചയാകുമ്പോൾ അവരുടെ എല്ലാം ലെവല് മാറി. ഹല്ലേലൂയ. അനേകർ തെരുവ് കിടക്കുക, വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല, കോളേജുകളിൽ പോകാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. അനേക ചെറുപ്പക്കാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളിയാഴ്ച തിങ്കൾ തൊട്ട് വെള്ളി വരെ ജോലി ചെയ്യുന്നുണ്ട്. 40-36 കഴിഞ്ഞ് 40 മണിക്കൂർ ജോലി ചെയ്യുന്നവരെ എനിക്കറിയാം. എന്നാൽ വെള്ളിയാഴ്ചയാകുമ്പോൾ അവരുടെ രീതിയെല്ലാം മാറി. ഹല്ലേലൂയ. അവരുടെ ഹല്ലേലൂയ അവസ്ഥകളിലേക്ക്, അവർ ബുദ്ധിമുട്ടിലേക്ക് ഹല്ലേലൂയ മാറിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ഈ തലമുറയിലും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, ഈ സത്യത്തിന് വേണ്ടി, ഇതിന് ധീരോടെ നിൽക്കുവാൻ ഒരു തലമുറയെ കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. ധൈര്യത്തോടെ ഈ പുസ്തകം മാറോട് പിടിച്ചോണ്ട് ഹല്ലേലൂയ കർത്താവേ, നീയാണ് രക്ഷകൻ, നീയാണ് സത്യം, നീയാണ് വാസ്തവമെന്ന് ആരുടെ മുമ്പിൽ ലജ്ജ കൂടാതെ പറയുക. നമ്മുടെ കുഞ്ഞുങ്ങൾ തയ്യാറാകുന്നെങ്കിൽ അതിനപ്പുറമായതൊന്നുമില്ല. ദൈവവരെ അതിനായി സഹായിക്കട്ടെ. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വചനങ്ങൾ നമ്മളവരെ സമയം ഏറ്റെടുത്ത്, എനിക്കറിയാം വളരെയധികം സമയങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ അതിനാവശ്യമാണ്. എന്നാൽ അതൊന്നും ദൈവമക്കളെ, കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അവർ കുറച്ച് പേരേ വരുന്നുള്ളൂ, ഇന്നലെ വളരെയധികം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ കുറച്ച് പേരെന്നോ കൂടുതൽ പേരെന്നോ നമ്പരല്ല. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ അതിനകത്ത് നമ്പരല്ല വിഷയം. 1000 പേര് കൂടുന്ന ക്രൂസൈഡിൽ മാത്രമല്ല ജീവിതങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്നത്. കർത്താവ് സ്പഷ്ടമായിട്ട് 1000 പേര് വരുന്നിടത്ത് മാത്രമല്ല ക്രൂസൈഡുകളിൽ ഇന്നാൾ വന്നെങ്കിൽ മാത്രമേ ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ വേണമെങ്കിലും ക്രിയ ചെയ്യാം. അന്തരംഗത്തിൽ വെളിപ്പെടുന്നത് മനുഷ്യൻ്റെ ഹല്ലേലൂയ ഒന്നുമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് ആ പരിവർത്തനം കൊണ്ടുവരുന്നത്. കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. സാക്ഷ്യത്തിൻ്റെ സമയം കുഞ്ഞുങ്ങൾക്ക് you can testify your experience, what happened in the evening yesterday. You can have the time for your experience as you going to tell the testimony. When you going to say the words, you take 1 minute for even the children. കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന് അവർക്ക് വേണ്ടി ഞാൻ സാക്ഷ്യം കഴിഞ്ഞ് വിശേഷാൽ നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വിശേഷാൽ 30-ാം തീയതി ആ മീറ്റിങ്ങിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി വിശേഷാൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും അവരെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുകയും
പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഇവിടെ എടുക്കുന്ന സെഷനുകളിൽ അവരെ പ്രിപ്പയർ ചെയ്യുവാൻ അങ്ങനെയുള്ള പാട്ടുകൾ, വചനങ്ങളാണ് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിനുവേണ്ടി പ്രത്യേകമായി ദൈവമക്കൾ അതിനുവേണ്ടി ഒരുങ്ങി അവരെ ഒരുക്കുകയും ചെയ്യുന്നു, ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് മുന്നോട്ട് അനുഗ്രഹിക്കട്ടെ, ഹാലേലൂയ സഹായിക്കട്ടെ. നമ്മുടെ പല പ്രിയപ്പെട്ടവരും രോഗികളായി ഭാരപ്പെട്ടുകൊണ്ട് ഇരുന്നു എങ്കിലും കർത്താവ് പല പ്രിയപ്പെട്ടവർക്കും ആശ്വാസം. പല കുഞ്ഞുങ്ങളൊക്കെയും രോഗികളായിരുന്നു, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പോൽക്കാലം കടന്നു വരാൻ ഇടയായി. ഹാലേലൂയ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പിന്നീട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരെയും കർത്താവ് ആരോഗ്യത്തോടെ പരിപാലിക്കുന്നതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. വീണ്ടും നമുക്ക് ദൈവങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കാം. വായിച്ച സങ്കീർത്തനത്തിൻ്റെ വേഗത്തിൽ നമുക്ക് കടന്നു വരാം. 62 സങ്കീർത്തനം നമ്മൾ പലപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ്. നമ്മൾ സങ്കീർത്തനം വായിക്കുന്നവരാണ്, ധ്യാനിക്കുന്നത്. എന്നെങ്കിലും അതിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്ന. 62 സങ്കീർത്തനം അതിൻ്റെ പ്രാരംഭവാക്യങ്ങളൊന്ന് വായിക്കാം. 1-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഉള്ളം, ദാവീദ് പറയുന്നു, എൻ്റെ ഉള്ളം ആരെ നോക്കി മൗനമായിരിക്കുന്നു? ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. ഈ സങ്കീർത്തനം എഴുതുന്നത്, ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഒരുപാട് എടുത്തു പോകാൻ, അവിടെ 2 സാമുവേൽ ചാപ്റ്റർ 15, അവിടെ വളരെ പ്രശ്നസങ്കീർണമായ വിഷയം ദാവീദിൻ്റെ വ്യക്തിപരമായ ജീവിതമായിട്ട് നമുക്കറിയാം. ഒരുപാട് വിഷയങ്ങൾ വരെ, വിശേഷാധിപൻ അബ്ശാലോം അവിടെ തൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ മുന്നോട്ടുള്ള തൻ്റെ ഗതിക്ക്, തൻ്റെ മുന്നോട്ടുള്ള ഡയറക്ഷന് ഇപ്പം എന്തായി തീർന്നു? വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുകയാണ്. തൻ്റെ ജീവൻ എപ്പോഴും അപായം വരുത്തുന്ന തരത്തിലുള്ള അനുഭവമായി അബ്ശാലോം മാറിക്കഴിഞ്ഞു. ഇവിടെ തനിക്ക് ഗത്യന്തരമായി അല്ലെങ്കിൽ അത്യന്തരമായി മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ താൻ സ്റ്റക്കായി നിൽക്കുന്ന ഒരു മേഖലയിലാണ് ഈ സങ്കീർത്തനത്തെ നമുക്ക് ധ്യാനിപ്പാനിടയായി തീരുന്നത്. തനിക്ക് എതിർപ്പുകളുണ്ട്, തനിക്ക് ലോൺലിനെസ് ഉണ്ട്. ഹല്ലേലൂയ. തനിക്ക് ഹല്ലേലൂയ മറ്റ് ഹല്ലേലൂയ പല പ്രിയപ്പെട്ടവർ തന്നെ സഹായിക്കുമെന്നും തന്നോട് കൂടെ നിൽക്കുമെന്നും വിശ്വസ്തരായി നിൽക്കുമെന്നും ഒക്കെ പറഞ്ഞവരെന്ത് ചെയ്തു? തന്നെ വിട്ട് അല്ലെങ്കിൽ അബ്ശാലോമിൻ്റെ കൂട്ടത്തിലേക്ക് മാറുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താൻ പ്രതീക്ഷിച്ചവർ തന്നോട് കൂടെ ഒപ്പം നിൽക്കുമെന്നൊക്കെ പറഞ്ഞവരെന്ത് ചെയ്തു? സമയമായപ്പോൾ ദാവീദിനെ വിട്ടു പോകുവാൻ ഇടയായി. എന്നാൽ അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ ദാവീദ് അവിടെ പരാതികൾ പറഞ്ഞുയർത്തുകയല്ല, പരാതികൾ പറഞ്ഞ് കംപ്ലയിൻസുകൾ പറഞ്ഞുയർത്തുകയല്ലായിരുന്നു. അവിടെ ഒരു കാര്യം ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു. അവിടെ മൗനമായിരിക്കുന്നു പറയുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഭാരത്തെ അല്ലെ വിഷയത്തെ ഇറങ്ങി വെച്ചിട്ടാണ് ഈ മൗനമായിരിക്കുന്നൊരവസ്ഥ അവിടെ കാണാൻ സാധിക്കുന്നത്. ദൈവം എന്നെ സഹായിക്കും, ദൈവം ഈ വിഷയത്തിനകത്ത് കരുണ കാണിക്കും എന്നുള്ള വലിയൊരു ഉറപ്പ് ദാവീദിൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് ഹല്ലേലൂയ ഇപ്രകാരം പറയുന്നത്, എൻ്റെ ഉള്ളം പ്രതിസന്ധിക്കകത്ത് ഹല്ലേലൂയ എൻ്റെ ഉള്ളം എങ്ങനെയായിരിക്കുന്നു? എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് മാത്രമല്ല, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. എനിക്ക് രക്ഷയുണ്ടോ? അനേകർ ദാവീദിനോട് ചോദിച്ചിട്ടുണ്ട്, നീ ഇനിയും മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയത്തില്ല, നിനക്ക് രക്ഷ എവിടെ നിന്ന് വരും? ഒരു ഉദ്ധാരണം എവിടെ നിന്ന് വരും? ഇല്ല, രക്ഷിപ്പാൻ അവൻ കൽപ്പിച്ചിട്ടുണ്ട്. അതാ പറയുന്നത്, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം രക്ഷിക്കുവാനായിട്ട് വാതിലുകളെ തുറക്കുമ്പോൾ മനുഷ്യന് ആ വാതിലുകളെ അടപ്പാൻ സാധ്യമല്ല. ദാവീദിൻ്റെ ജീവിതത്തിൽ അടഞ്ഞ വാതിലുകൾ അനേക മനുഷ്യൻ ഹല്ലേലൂയ തൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളിലേക്ക് താൻ മുന്നോട്ട് പോകാൻ കഴിയാത്തതുപോലെ അനേകർ തൻ്റെ ചുറ്റിനുമുള്ള വാതിലുകൾ അടച്ചപ്പോൾ ഇല്ല, അവൻ പറയുകയാണ്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവം ഹല്ലേലൂയ എനിക്ക് വേണ്ടി ഉയരത്തുനിന്ന് കരുതുന്നൊരു ദൈവമുണ്ട്, എന്നെ ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തുന്നൊരു ദൈവമുണ്ട്, എന്നെ ഡയറക്റ്റ് ചെയ്യുന്ന ദൈവമുണ്ട്, എന്നെ സഹായിപ്പാൻ കഴിയുന്ന ദൈവമുണ്ട്. അവൻ്റെ കരങ്ങളിൽ എൻ്റെ വിഷയം
ഭദ്രമാണെന്ന് ഹല്ലേലൂയ ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചില അനുഭവങ്ങളുണ്ട്. വിശേഷാൽ ദൈവം എൻ്റെ രക്ഷ, അതിനകത്ത് നമുക്ക് ചില ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. ദൈവം എൻ്റെ പാറ, ദൈവം എൻ്റെ ഹല്ലേലൂയ ഗോപുരം, ദൈവം എൻ്റെ സങ്കേതം. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ എനിക്ക് ഉറപ്പോടെ നിൽക്കുവാൻ കഴിയുന്നുണ്ട്, എനിക്ക് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയുന്നുണ്ട്. കാരണം അവൻ എൻ്റെ പാറയാണ്, അവൻ എൻ്റെ ഗോപുരമാണ്. എനിക്ക് വിഷയങ്ങളുമായിട്ട് ചെന്ന് ആശ്രയം വെക്കുവാൻ അവൻ എൻ്റെ സങ്കേതമാണ്. ഇതൊക്കെയും ഈ സങ്കീർത്തനത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അവിടെ ദാവീദ് പറയുന്ന അനുഭവങ്ങളാണ്. എൻ്റെ പാറ, എൻ്റെ ഗോപുരം, എൻ്റെ രക്ഷ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. ഹല്ലേലൂയ. അവിടെ പറയുന്നു, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ. അതെന്താ പറയുന്നത്? ചാഞ്ഞ മതിൽ, ഹല്ലേലൂയ, ആടുന്ന വേലി എന്ന് പറയുമ്പോൾ അവിടെ നിലനിൽപ്പുള്ളൊരു അനുഭവം ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല. അതിനെയെല്ലാം ചൂണ്ടിയാണ് അവിടെ പറയുന്നത്. വിവിധ അനുഭവങ്ങൾ കൂടെ താൻ പോകുന്നു. ഹല്ലേലൂയ. താൻ എങ്കിലും 5-ാം വാക്യത്തിൽ എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്ക, എങ്കിലും എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. വിഷയങ്ങളേറി വന്നപ്പോൾ ഹല്ലേലൂയ സഹായിക്കുമെന്ന് പറഞ്ഞവർ, നിലനിൽക്കുമെന്ന് പറഞ്ഞവരെല്ലാം എന്തായി തീർന്നു? ഹല്ലേലൂയ. അവരെ കൊണ്ടൊന്ന് സഹായിച്ചെടുക്കുവാൻ കഴിയാത്തതുപോലെ അവരെല്ലാം ഹല്ലേലൂയ ആടുന്ന അനുഭവം പോലെ, എന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്ന അനുഭവം പോലെ, തക്ക സമയത്ത് ആശ്വാസമായി തീരുന്നില്ല. അതെല്ലാം ഇളകിപ്പോകുന്ന അനുഭവങ്ങളായി മാറ്റപ്പെടുമ്പോൾ, ഇല്ല, എന്നെ നിലനിർത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. എന്നെ നിലനിർത്തുന്നൊരു ദൈവമുണ്ട്. എൻ്റെ അവസ്ഥയുടെ നടുവിൽ എൻ്റെ കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമോത്തേക്ക് ഞാൻ നോക്കുകയാണ്. അവിടാണ് എൻ്റെ ആശ്രയം. ഓ ഹല്ലേലൂയ. അവിടാണ് ഞാൻ ചാരുന്നത്. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. ഉള്ളിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഏറ്റെടുക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയ കർത്താവേ, എൻ്റെ അവസ്ഥയുടെ മേൽ ഭേദം വരുത്തുവാൻ നിൻ്റെ കരം മതിയായ കരമാണ്. പുറപ്പാട് പുസ്തകം 14:14, എക്സോഡസ് ചാപ്റ്റർ 14:14. അവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവിക നിയോഗവുമായി ദൈവിക പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ ഉദ്ധാരണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, അവരെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി അവരെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് നടത്തുവാൻ ദൈവം ഹല്ലേലൂയ മോശയെ പ്രതിസന്ധിക്കകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഡയറക്റ്റ് ചെയ്യുവാൻ മോശയെ ദൈവം നിയോഗിച്ച് അപ്പോയിൻ്റ് ചെയ്തു. എന്നാൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയ്ക്കകത്ത് വെളിപ്പെട്ട് വരുന്ന അനുഭവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെ, പുറപ്പാട് പുസ്തകം 14:14 എന്ന് വായിക്കാം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരുപ്പീനെന്ന് പറഞ്ഞു. The Lord shall fight for you and he shall hold your peace. നിങ്ങൾ മിണ്ടാതിരുപ്പീൻ. ദൈവം യുദ്ധം ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം ഹല്ലേലൂയ പരിചയമെടുത്ത് ഞാൻ ആദ്യം വാളും എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യത്തില്ല. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടത്തില്ല. വിഷയങ്ങളെ ആരുടെയിലേക്ക് കൊടുക്കണം? ദൈവത്തിൻ്റെയിലേക്ക് അങ്ങ് വിട്ടുകൊടുത്താൽ മതി. അങ്ങ് വിട്ടുകൊടുക്കുക, വിധേയപ്പെടുത്തി കൊടുത്താൽ മതി. അതാണ് ഇവിടെ പറഞ്ഞത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കണ്ടോ? ഹല്ലേലൂയ. പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, വെല്ലുവിളികൾ വരുമ്പോൾ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമുണ്ടെന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരുപ്പീനെന്ന് പറഞ്ഞു. കാരണം അവരോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരൊരുപാട് കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ മിണ്ടാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ അവരുടെ മുമ്പാകെ വെളിപ്പെട്ട് വരും. അവിടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്ലാനുകൾ ഓർത്തോ, കഴിഞ്ഞ കാലങ്ങളിലെ വിഷയങ്ങളിൽ ഓർത്തല്ല നമ്മൾ ഭാരപ്പെടേണ്ടത്. ഹി ഹാസ് ഡെഫിനറ്റ്ലി എ ന്യൂ പ്ലാൻ in my life. Wherever I go, wherever I stand, definitely my Lord has a new plan in my life. ഈ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ
ദൈവത്തിൻ്റെ കൃപകളെ ഏറ്റെടുക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കങ്ങനെ വിടുതലുണ്ടായി. ഇനി ഈ വിഷയത്തിനകത്തോ ഇപ്പം നേരിടാൻ പോകുന്ന വിഷയത്തിനകത്തോ പ്ലാൻ ആരുടെയിലാണ് ഉള്ളത്? ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട്. ചെങ്കടലിന് മുമ്പിൽ എങ്ങനെയാണ് ആ പ്ലാൻ നിവർത്തിക്കേണ്ടത് ദൈവം അത് കരുതിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇത് ആരിൽ കൂടെ ചെയ്യിപ്പിക്കത്തുള്ളൂ? മോശയിൽ കൂടെ ഈ വിഷയം ചെയ്യിപ്പിക്കത്തുള്ളൂ. ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവത്തിന് ഇൻസ്ട്രുമെൻസിനെ ആവശ്യമുണ്ട്. ദൈവത്തിന് ഹല്ലേലൂയ ഡയറക്റ്റ് അവിടെ അങ്ങ് കാര്യങ്ങൾ ചെയ്തു പോയാൽ മതിയായിരുന്നല്ലോ. പക്ഷെ എന്താ മോശയോട് പറഞ്ഞ? നീ എന്ത് ചെയ്യണം? പറയണം. നിന്റെ കരം എന്ത് ചെയ്യണം? കടൽമേൽ നീട്ടണം. അത് നീട്ടുവാൻ ദൈവം അവനോട് കൽപ്പിച്ചു. എൻ്റെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കരം നീട്ടുവാൻ, കടൽമേൽ കരം നീട്ടുവാൻ ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്. ഇല്ല, കാര്യങ്ങളെ നിറവേറ്റി തരുവാൻ, വിഷയങ്ങളെ നിറവേറ്റി തരുവാൻ കർത്താവ് മതിയായവനാണ്. വിഷയത്തിനകത്ത് ആകുലതകൾ വരുമ്പോൾ, ക്ഷീണങ്ങൾ വരുമ്പോൾ നാം മിണ്ടാതിരിക്കേണ്ടടുത്ത് നാം മിണ്ടാതിരുന്നാൽ നിശ്ചയമായി ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ മുമ്പാകെ വെളിപ്പെട്ടു വരുവാൻ ഇടയായിത്തീരും. തൻ്റെ ജനം കടന്നു പോകുവാൻ സുഖകരമായൊരു പാത ദൈവം അവിടെ ഒരുക്കി കൊടുത്തു. അവർ മുന്നോട്ട് പോകുവാൻ മുന്നോട്ട് പോകുവാൻ, അനുഗ്രഹത്തോടെ ജയത്തോടെ ആ വിടുതലിനെ ഏറ്റെടുക്കുവാൻ സ്വർഗം അവർക്ക് വേണ്ടി വഴികളെ തുറന്നു കൊടുക്കുവാനിടയായി തീർന്നു. എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവിടെ ഉറപ്പുള്ള പാറയെപ്പറ്റി പിന്നെയും വിവരിക്കുമ്പോൾ തന്നെ, ജനമേ വല്ലപ്പോഴുമൊക്കെ ദൈവത്തെ അന്വേഷിപ്പിനെന്നല്ല, ജനമേ എല്ലാ കാലത്തും. 8 ദൈവമേ എല്ലാ കാലത്തും, ജനമേ എല്ലാ കാലത്തും ആരെ അന്വേഷിക്കണം? നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവാൻ. ആരുടെ മുമ്പിൽ പകരുവാനാണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ മുമ്പാകെ പകരുക. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഇവിടെ ഒരു ആഹ്വാനം കൂടെ നൽകുക. ആരാധിക്കുന്ന ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ, ജനമേ എല്ലാ കാലത്തും ആ ദൈവത്തെ അന്വേഷിക്കുക, ദൈവമുഖം അന്വേഷിക്കുക. നിശ്ചയമായി സഹായിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ജനമേ എല്ലാ കാലത്തും ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ മുഖം അന്വേഷിപ്പീ. അവൻ എന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഏതെങ്കിലും വിഷയത്തിനകത്ത്, ദൈവൻ്റെ വിഷയത്തിനകത്ത് സഹായിക്കാൻ ഇറങ്ങി വരികയില്ലയോ? അവൻ എനിക്ക് വേണ്ടി ഹല്ലേലൂയ, ഞാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ എനിക്ക് വേണ്ടി മൗനമായിരിക്കുകയാണോ? ഹല്ലേലൂയ, അവൻ എനിക്ക് വേണ്ടി സൈലൻ്റായിട്ടിരിക്കുകയാണോ എന്നും നമുക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഈസ് മൈ ഗോഡ് ഹല്ലേലൂയ റിമെയിൻ സൈലൻറ്റ് ഫോർ മീ. എൻ്റെ അവസ്ഥകളിനകത്ത് ദൈവം എനിക്ക് വേണ്ടി ഇടപെടുന്നില്ലയോ? അവൻ എനിക്ക് വേണ്ടി കരുതുന്നില്ലയോ? എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലയോ? ഇല്ല, അവൻ്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരമാ. സഫന്യാവിൻ്റെ പുസ്തകം 3:17 കൂടെ നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, അവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഫന്യാവ് 3:17 കൂടെ നമുക്ക് വായിക്കാം. സഫന്യാവിൻ്റെ പുസ്തകം ഹല്ലേലൂയ 3:17. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വായിച്ചത്, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. മൗനമായി ദൈവം ഇരിക്കുന്നെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം കേട്ടോ. പക്ഷേ മൗനമായി ഇരിക്കുമ്പോൾ അവൻ ആരാ? പറഞ്ഞാട്ടെ, അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അത് മാറുന്നില്ല, ആ ആട്രിബ്യൂട്ട് മാറുന്നില്ല. അവൻ മൗനമായി ഇരിക്കുന്നെന്ന് പറഞ്ഞ് അവൻ പ്രവർത്തിക്കാതിരിക്കുന്ന ദൈവമല്ല. അവൻ മൗനമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ എനിക്ക് വേണ്ടി ഡെഡായിരിക്കുന്ന ഒരു ദൈവമല്ല. മറ്റേ മിഥ്യാമൂർത്തികൾ എങ്ങനെയുള്ളതാ? ഡെഡാ. അതിന് കണ്ണുണ്ടെങ്കിലും പിക്ചറിൽ കാണുന്നില്ലേ? മിഥ്യാമൂർത്തികൾ, ഇമേജസ്. അതിന് കണ്ണുണ്ടെങ്കിലും എന്തില്ല, ഇങ്ങനെ ഇരിപ്പുണ്ട്. പക്ഷെ എൻ്റെ ദൈവം മൗനമായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞ് അവൻ മൗനതയിൽ ഇറങ്ങിപ്പോയ ദൈവമല്ല.
അവൻ അപ്പോഴും ആരാ? പറഞ്ഞാട്ടെ, നിങ്ങൾ വാ തുറന്ന് പറഞ്ഞു. അവൻ ആരാ? എനിക്ക് വേണ്ടി രക്ഷിക്കുന്ന വീരനാണ്. ആ ഉറപ്പൊന്ന് വ്യാപരിക്കട്ടെ ഇന്ന് പകൽക്കാലം. ചില വിഷയത്തിനകത്ത് നീ തളർന്നിരിക്കുമ്പോൾ, ക്ഷീണിച്ചിരിക്കുമ്പോൾ, നീ പ്രയാസത്തോടിരിക്കുമ്പോൾ, നീ വേദനയോടിരിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതില്ല. അവൻ നിനക്ക് വേണ്ടി മൗനമായിരിക്കുകയല്ല, അവൻ നിനക്ക് വേണ്ടി രക്ഷിക്കുന്ന വീരനായിരിക്കുകയാണ്. നിനക്ക് വേണ്ടി രക്ഷിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, ഉദ്ധരിക്കുന്ന രക്ഷകനായി അവൻ നിൽക്കുകയാണ്. ഇന്ന് പൽക്കാലം ഭാരപ്പെടുന്ന വിഷയമുണ്ടോ? ഞെരുക്കുന്ന വിഷയമുണ്ടോ? ആകുലതയുള്ള വിഷയമുണ്ടോ? ദൈവകരങ്ങളിലേക്ക് ഇറക്കി വെക്ക്. ഇവിടെ ഒരു മനുഷ്യനെ കൊണ്ടും നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ലീഡറെ കൊണ്ടും നിന്റെ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരുവനുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ എനിക്ക് വേണ്ടി ഭൂജാതനായ ഒരുവനുണ്ട്. അവൻ നിന്നെ കരേറ്റും. വിഷയങ്ങളുടെ നടുവിൽ you are going to rise in the name of Jesus. വിശ്വസിക്കുന്നവർ അല്പസമയം ആരാധന കൊടുക്കട്ടെ. മനുഷ്യരല്ല നീ ആരാധന കഴിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ആരാധന കൊടുക്കുന്നത്. ഇവിടെ മനുഷ്യരല്ല പുകഴുന്നത്. You are worshiping the Lord in spirit and truth. അതിനെ തടയുന്നത് ആരാ? പൈശാചിക കെട്ടുകൾ ആരാധനയല്ല അടിയുന്നത്. പൈശാചിക ബന്ധനങ്ങൾ ആരാധിക്ക്. കെട്ട് പൊട്ടട്ടെ. ചില കെട്ടുകൾ അടിയാനുണ്ട്. കെട്ടടിയട്ടെ. പാരമ്പര്യ കെട്ടുകൾ, പ്രതീക്ഷ കെട്ടുകൾ, പാരമ്പര്യ എഴുത്തുവെച്ചുകൾ ഈ ആരാധന അടിയട്ടെ. നീ എഴുതി വെക്കുന്ന പോലല്ല പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യുന്നത്. എഴുതി വെക്കാനായിരുന്നെങ്കിൽ പടയെടുത്ത പരിപാടി മതിയായിരുന്നല്ലോ. അവിടെ എഴുത്തും വായനയേ ഉള്ളൂ. അതെല്ലാം പൊളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് പരിശുദ്ധാത്മാവിന്റെ പ്രാപിക്കാൻ ഇറങ്ങിയത്. പഴയ സ്ഥലത്ത് ഷട്ടൊന്നും ഉടയാതെ നിന്ന് ഇങ്ങനെ വെച്ച് വായിക്കുമായിരുന്നു, മണിയും കെലുക്കുമായിരുന്നു. അത് വിട്ടിട്ട് പുറത്തോട്ട് എന്തിനാ വന്നത് സിസ്റ്ററെ? എന്തിനാ പുറത്തോട്ട് നമ്മൾ വന്നത്? ആത്മാവിൽ ആരാധിക്കാനാ പുറത്തേക്ക് വന്നത്. ഇല്ലേ മണിയും കിലുക്കി പിന്നെന്തോട്ട് സാമ്പ്രാണി തിരിയും വെച്ച് 10 കൊലയും വെച്ചിരിക്കായിരുന്നു. ഇങ്ങനെ താടിക്കും കൈ കൊടുത്തിരിക്കായിരുന്നു. അത് മാറ്റിയിട്ട് നീ ഇറങ്ങിയത് ചൗനെ ദൈവത്തെ ആരാധിക്കാനാ. അവിടെ അച്ഛൻ നിന്ന് പറയുമ്പം അവിടെ ആൾക്കാരുണ്ട് അച്ഛനെ സഹായിക്കാനായി. അതെല്ലാം വിട്ടിട്ട് അച്ഛനും മത്യാമയും എല്ലാം വിട്ടിട്ട് ഇറങ്ങി ഇതിനു വേണ്ടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം. അല്ലെങ്കിൽ അതിന്റെ പുറകെ പോയി ഇരിക്കാറുണ്ടല്ലോ. അച്ഛനും മത്യാമയൊക്കെ വിട്ട ചുരുക്കും പിരുത്തും എല്ലാം വിട്ടത് ആത്മാവിൽ കർത്താവിനെ ആരാധിക്കണം. അതാണ് ആദ്യകാലത്തെ പെന്തക്കോസ്തിന്റെ ആരാധന. ഔഷധം പ്രാപിച്ചവർ ഈ ദിവസങ്ങളിൽ നീ ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കണം. ഈ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ കത്തട്ടെ. അഭിഷേകം പ്രാപിച്ചവർ ഒരു പുതുക്കത്തിലേക്ക് ചൊലുത്തും വലുത്തും എല്ലാം വിട്ടത് ആത്മാവിൽ പാടുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിലോ. ചൊലുത്തും വലുത്തും എല്ലാം വിട്ടിട്ട് നീ ബന്ധനം പൊട്ടിയിറങ്ങിയത് ഇനി ബന്ധനത്തിൽ പോകാനല്ല, ഇനി ആധാരത്തിൽ പോകാനല്ല, സ്വർഗത്തിന്റെ ബന്ധനം അഴിച്ചു വിട്ടത്. ആ ബന്ധനം അഴിച്ചു വിട്ടത് എന്തിനു വേണ്ടിയാ? നമ്മള് ചെയ്യുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്യുന്നേ. പോയി കേട്ട് നോക്കണം. നമ്മൾ ചെയ്യുന്ന സ്റ്റാൻഡേർഡായിട്ട് അവർ ചെയ്തു തരും. പക്ഷെ ആ കെട്ട് പൊട്ടി എന്തിനാ? നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്.
പക്ഷെ നമ്മുടെ ലക്ഷ്യം അതല്ലായിരുന്നല്ലോ. സത്യം നിങ്ങളെ എന്താക്കുമെന്ന സ്വതന്ത്രരാക്കും. സത്യത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അത് ആരാധനയിലുണ്ട്. സ്വാതന്ത്ര്യം നീ പ്രാർത്ഥിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് കാലം നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ രക്ഷിക്കുന്ന വീരനായി നമ്മോട് കൂടെയുണ്ട്. ഡോണ്ട് ബി അഫ്രെയ്ഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേലുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ച്, അവൻ രക്ഷിക്കുന്ന ഒന്ന് വായിച്ചേ. രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ആഹാ, അങ്ങനെ ഇരിക്കുവോ? സ്നേഹത്തിൽ മിണ്ടാതിരുന്ന് കളയുവോ? ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ദൈവം മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞ് നിന്നെ ഉപേക്ഷിച്ചെന്നല്ല. അയലണ്ടി വന്നിട്ട് നിന്നെ ഉപേക്ഷിച്ചെന്നല്ല. സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നത് നിന്നെ ഉപേക്ഷിച്ചെന്നല്ല കേട്ടോ. സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുക. ഇനിയും ദൈവിക കരുതലുകളുണ്ട്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കരം കുഴഞ്ഞു പോയിട്ടില്ല. ആ കരുതലുകൾ നിന്റെ ജീവിതത്തിലുണ്ട്. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. തന്റെ സ്നേഹത്തിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ മിണ്ടാതിരിക്കുന്നു. ഹോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ഹോഷത്തോടെ. എൻ്റെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിലും ദൈവികമായ അനുഭവം നാം ഏറ്റെടുക്കുമ്പോൾ നമ്മളെ മുന്നോട്ട് നടത്തുവാൻ, വിഷയങ്ങളുടെ നടുവിൽ നമ്മളെ ഹല്ലേലൂയ കരം പിടിച്ച് നടത്തുവാൻ, നമുക്ക് പ്രത്യാശ നൽകുവാൻ കർത്താവിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പൽക്കാലം വിശ്വസിക്കുക. ദിവസം ഇനി നാം എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താൻ പോകുക. അവൻ എൻ്റെ പാറയാണ്, അവൻ എൻ്റെ രക്ഷകനാണ്. പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, എൻ്റെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരുതൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. യോഹന്നാന്റെ സുവിശേഷം 19:10 പീലാത്തോസ് യേശു കർത്താവിനെ വിസ്തരിക്കുവാനായി യേശു കർത്താവിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവിടെ ഒരു കാര്യമുണ്ട്. ജീസസ് കെപ്റ്റ് സൈലന്റ്. അവനോട് എന്ത് ചെയ്തു? ഞാൻ വലിയ സംഭവമാണെന്ന് അവിടെ തെളിയിക്കാൻ നിന്നില്ല. ജീസസ് കെപ്റ്റ് സൈലന്റ്. പിലാത്തോസിന് മുമ്പാകെ യോഹന്നാന്റെ സുവിശേഷം 19:10 യേശു ഉത്തരം പറഞ്ഞില്ല. അതെന്തുകൊണ്ടാ ഉത്തരം പറയാഞ്ഞേ? അവൻ അവിടെ പ്രൂവ് ചെയ്യാൻ എന്താ? കാരണം നടക്കാൻ പോകുന്നത് പിതാവിന്റെ ഇഷ്ടം അവരിൽ കൂടെ പൂർത്തീകരിക്കണം. എല്ലാത്തിനും ഒന്നും മറുപടി പറയാൻ പോകരുത്. ചിലതിനൊന്നും മറുപടി ഇല്ലെന്നേ. ഈ ബൈബിളിലെ എല്ലാം തെളിയിച്ചിട്ടാണോ നമ്മൾ ദൈവകൃപയിലേക്ക് വന്നത്? എല്ലാം തെളിയിച്ചു തന്നിട്ടാണോ? ദിസ് ഈസ് ജസ്റ്റ് ബൈ ദ സിമ്പിൾ ഫെയ്ത്ത്. ഇത് വിശ്വാസത്തോടുകൂടി ഈ വചനം നമ്മളിലേക്ക് ക്രിയ ചെയ്യുന്നത്. ഇത് മുഴുവൻ തെളിയിച്ചു തന്നിട്ടേ കർത്താവിൻ്റെ ഫോളോവർ ആകത്തുള്ളൂ. അങ്ങനല്ല. വിലയേറിയ വിശ്വാസം നാം പ്രാപിച്ചത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആ സ്പർശനം അനുഭവിച്ചറിയുവാൻ ദൈവകരങ്ങളിൽ വിധേയപ്പെടുത്തി കൊടുത്തപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളെ അതിലേക്ക് ഡയറക്റ്റ് ചെയ്യിച്ചു. ഇന്നലെ ഞാനത് അനുഭവിച്ചറിഞ്ഞു. ഈ കുഞ്ഞുങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നവരെല്ലാം അത് അനുഭവിച്ചു. എങ്ങനെയായി നടക്കുന്നത്? ഇവിടെ ഞാനൊരു ഒരു സാധനം ഇവിടെ മീട്ടിയില്ല. ഇവിടെ അച്ഛന്മാർ ഇവിടെ ഇത് ഇവിടെ ഇത് എന്നാ പറയുന്ന പുകയടിച്ചില്ല. ഒരു പുക ഇവിടെ ഉണ്ടായില്ല. അതെല്ലാം പുകയെല്ലാം കഴിഞ്ഞു. ഇവിടെ ഒരു പുകയടിച്ചില്ല, ഇവിടെ ഒരു മണി അടിച്ചില്ല. ഈ കുഞ്ഞുങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ മുമ്പോട്ട് വന്ന ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്ത് കുറവുകളേറ്റ് പറയാനിടയായി. നമ്മളിവിടെ മണി യൂസ് ചെയ്യുന്നില്ല, ഇവിടെ പുകയില്ല, കുന്തിരിക്കമില്ല. അതെല്ലാം കഴിഞ്ഞു പോയി. ഇവിടെ കാൽവരി കൊലക്കളത്തിൽ ഒരുവൻ നമുക്ക് വേണ്ടി 2 കള്ളന്മാരുടെ നടുവിൽ യാഗമായി തീർന്നു. ബൈ ഹിം ആൻഡ് ത്രൂ ഹിം
അവനിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. ഇന്നലെ കുഞ്ഞുങ്ങളത് ഏറ്റു പറഞ്ഞു, കർത്താവിൽ കൂടെ മാത്രമേ ഉള്ളൂ. They confess, hallelujah. അവരുടെ ജീവിതത്തിലെ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവിനെ ബലപ്പെടുത്തി. ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുന്നത്, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ കൂടെ വെളിപ്പെടേണ്ടത്. ഹല്ലേലൂയ. അപ്പാ, നിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഹല്ലേലൂയ. യേശു കർത്താവ് എന്താ ചെയ്തത്? ജീസസ് kept silent there. Something is going to happen. എന്താ നടക്കാൻ പോകുന്നത്? മാനവരാശിയുടെ വിടുതലാണ് നടക്കാൻ. ചിലതൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? Remain silent. Keep on praying. Keep on praying. Never murmur. Keep on praying silently. Keep on praying. God is going to use you. Shabalaka siantarabalava. When you keep on praying silently, walking in the truth, God is going to make you mighty vessels for Him. അതാരും ഒരു പ്രവാചകൻ വന്ന് തലയിലിട്ട് ഇങ്ങനെ ഇതൊന്നും ചെയ്യണ്ട, ചെയ്യുന്നതല്ല. ഇത് നിങ്ങൾക്ക് പ്രാപിച്ചെടുക്കാം. ആരും നിങ്ങളുടെ തലക്കൈയിലിട്ട് ഇത് ചെയ്യണ്ട. You will be used by God. You will be used as a mighty vessel as you are going to submit before the Lord. നാം ഒരുമിച്ച് കർത്താവിനെ പാടി വാഴ്ത്താൻ പോകുക. ഈ ദിവസങ്ങളിലെ ഒരുക്കം പരിശുദ്ധാത്മാവിൻ്റെ അനുഭവത്തിലേക്ക് ദൈവമേ എന്നെ നടത്തണമേ. പ്രാരംഭ ഈ ഞായറാഴ്ചകളിൽ തന്നെ ആ ഒരു ശുശ്രൂഷയിലേക്ക് 30-ാം തീയതിയിലത്തെ ആ ശുശ്രൂഷ നമുക്ക് നടക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഈ പ്രാരംഭ ദിവസങ്ങളിൽ തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ നയിക്കുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ ഭവനങ്ങളിൽ അന്തരീക്ഷം മാറുവാൻ ഇടയായിത്തീരും. നിങ്ങളുടെ കുടുംബത്തിനകത്തെ അന്തരീക്ഷങ്ങൾ മാറും. ഹല്ലേലൂയ. നാം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്പഷ്ടമായ വിടുതലുകൾ നിങ്ങളുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നാം ഒരുമിച്ച് ദൈവത്തിന് മഹത്വം